സെപ്റ്റംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് സൂചന. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറൻസ് ഫ്രാൻസിസ് പാപ്പയെ UNലേക്ക് ക്ഷണിച്ചതായാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 22-23 തീയതികളിൽ അന്താരാഷ്ട്ര ജനറൽ അസംബ്ലി ന്യൂയോർക്കിൽ വെച്ച് നടത്താൻ UN തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ പാപ്പ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമോ എന്ന കാര്യത്തിൽ വത്തിക്കാൻ സ്ഥിരീകരണം നൽകിയിട്ടില്ല. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഡാംബയിൽ നടന്ന ഭ്രൂണഹത്യ അനുകൂല റാലിയിൽ കുരിശു വരച്ച US പ്രസിഡന്റ് ജോ ബൈഡനെതിരെ പ്രതിഷേധവുമായി കത്തോലിക്ക സംഘടനയായ കാത്തലിക് വോട്ട്. ഫ്ലോറിഡ സംസ്ഥാനത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ഗവർണർ റൊണാൾഡ് ഡിസാന്റിസ് 6 ആഴ്ച കഴിഞ്ഞുള്ള ഭ്രൂണഹത്യകൾക്കെതിരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന വിഷയത്തിലെ ഫ്ലോറിഡയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അധ്യക്ഷ നിക്കി ഫ്രൈഡ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വിവാദമായ നടപടി ഉണ്ടായത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം. ഇറ്റലിയിലെ തെക്കൻ പുഗ്ലിയ മേഖലയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള സെഷനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുക്കുമെന്ന് പരിശുദ്ധ സിംഹാസനം സ്ഥിരീകരിച്ചു. ജൂൺ 13 മുതൽ 15 വരെ പുഗ്ലിയയിലെ ബോർഗോ എഗ്നാസിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പരിശുദ്ധ പിതാവിന്റെ പങ്കാളിത്തം സ്ഥിരീകരിച്ചത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ G7 പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഈ ഉച്ചകോടിയിൽ ഉള്ളത്. മാർപ്പാപ്പമാരായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെയും വിശുദ്ധ ജോൺ 23-ാമനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ട് 10 വർഷം തികഞ്ഞിരിക്കുന്നു. 2014 ഏപ്രിൽ 27-ന് ഫ്രാൻസിസ് പാപ്പയാണ് ഇരുവരെയും വത്തിക്കാനിൽ വെച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. എപ്പോഴും ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കാനാണ് ഇരു മാർപ്പാപ്പമാരും നമ്മെ പഠിപ്പിക്കുന്നതെന്നും ഫ്രാൻസിസ് പാപ്പ അന്ന് പറഞ്ഞിരുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ 3 ലക്ഷം ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനം നടന്നത്. സിഡ്നിയിൽ പള്ളിക്കുള്ളിൽ വെച്ച് ബിഷപ്പിനെ ആക്രമിച്ച സംഭവത്തിൽ 16കാരനും കൂട്ടാളികളും പിടിയിൽ. കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതിനും ആക്രമണത്തിന് വേണ്ട സഹായം ചെയ്തതിനുമാണ് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെല്ലാവരും 17 വയസ്സിൽ താഴെയുള്ളവരാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തത്. ബിഷപ്പിനെ കുത്തിയ കൗമാരക്കാരനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചതായി ആക്രോശിച്ചാണ് ഏപ്രിൽ 15-ന് സിഡ്നിയിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടെ മെത്രാൻ മാർ മാരി ഇമ്മാനുവലിനെയും വൈദികൻ ഫാദർ ഐസക് റോയലിനെയും കൗമാരക്കാരൻ കുത്തിയത്.